നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം കാണിയാമ്പാലിലുണ്ടായ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. ചിറ്റഞ്ഞൂർ കാവിലക്കാട് കൂളിയാട്ടിൽ പ്രകാശിന്റെ മകൻ 26 വയസ്സുള്ള പ്രണവ്, കാവിലക്കാട് മമ്പറമ്പിൽ 27 വയസ്സുള്ള ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. കാണിപ്പയ്യൂരിൽ നിന്നും കാവിലക്കാട്ടേക്ക് വരികയായിരുന്ന ജിഷ്ണുവും പ്രണവും സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാണിയാമ്പാൽ പനങ്ങായി ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇവർക്കൊപ്പം മറ്റൊരു ബൈക്കിൽ ഉണ്ടായിരുന്നവർ പുറകിൽ ഇവരെ കാണാത്തതിനെ തുടർന്ന് തിരിച്ചെത്തി നോക്കിയപ്പോഴാണ് അപകടം അറിഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇരുവരും മരിച്ചിരുന്നു. മലങ്കര ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ചാവക്കാട് തിരുവത്ര തണി ദേശീയപാതയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മണത്തല സ്വദേശി കുന്നത്ത് അബൂബക്കർ മകൻ 44 വയസ്സുള്ള ഉലീദാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ഇയാളെ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ തീപിടുത്തം. സ്റ്റേജിന് സമീപം കൂട്ടിയിട്ടിരുന്ന പാഴ്ശിഖരങ്ങൾക്കാണ് വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ തീപിടിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. അഗ്നിബാധയ്ക്കുള്ള കാരണം വ്യക്തമല്ല. സ്റ്റേജിന് മുകളിലേക്കും റോഡിലേക്കും അപകട ഭീഷണിയായി നിന്നിരുന്ന മരശിഖരങ്ങളാണ് മുറിച്ചുമാറ്റി കൂട്ടിയിട്ടിരുന്നത്. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർ പാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. പന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടറുടെ സേവനം കൃത്യമായി നൽകുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കൃഷിഭവന് കീഴിലുള്ള മാഞ്ഞാർ പാടത്ത് 77 ഏക്കർ വിസ്തൃതിയിലാണ് നെൽകൃഷിയുള്ളത്. ഇതിൽ പല ദിവസങ്ങളിലായി നെൽവയലുകളിലെ 1.5 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടത്തോടെ വയലിലിറങ്ങുന്ന പന്നികൾ നെൽച്ചെടികൾ കുത്തിമറിക്കുകയും വരമ്പുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. അർദ്ധരാത്രിയിലും പുലർച്ചെയും കർഷകർ കാവലിരുന്ന് പാട്ട കൊട്ടിയും പടക്കം പൊട്ടിച്ചും പന്നികളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് പ്രായോഗികമാകുന്നില്ല. മഞ്ഞാർപ്പാടം പാടശേല എരുമപ്പെട്ടി കൃഷിഭവന്റെ കീഴിലാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ പന്നിയുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഇപ്പോൾ 1 മാസം കൊണ്ട് കഴിയണം കൊയ്യണമെങ്കിൽ. ഇതുവരെയ്ക്കും പഞ്ചായത്തിൽ ഞങ്ങൾ അപേക്ഷിച്ച് ഷൂട്ടർ ഏർപ്പാടാക്കിയെങ്കിലും കാര്യം ഉണ്ടായില്ല. ഒരുപാട് കൃഷിയാണ് ഡെയിലി വന്നിട്ട് കുത്തി നാശാക്കുന്നത്. രാത്രി 12 വരെ ഞങ്ങളിവിടെ കാവലിരിക്കുന്നുണ്ട്. എന്നിട്ടും കാര്യമൊന്നുമില്ല. പകലും ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഇന്നലെയും പകൽ വന്നു, ഇന്നലെ രാത്രി വന്നിട്ട് ഒരുപാട് കുത്തി നാശാക്കിയിട്ടുണ്ട്. സർക്കാരിന് സഹകരണമൊന്നും ഇതിനായിട്ടൊന്നും ഇല്ല, കിട്ടിയിട്ടില്ല. കിട്ടാനായിട്ട് അറിവില്ല. വെടിവെക്കാൻ ഷൂട്ടറെ ലഭിക്കാൻ എരുമപ്പെട്ടി പഞ്ചായത്തിലും കൃഷിഭവനിലും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സേവനം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും കർഷകർക്കുണ്ട്. ഇപ്പൊ ഒരു 1.5 ഏക്കറോളം എന്തായാലും 2 ഭാഗം കൂടിയിട്ടാകുമ്പോ അതിൽ മേലെ ഉണ്ടാവുള്ളൂ. ഒന്നായിട്ടല്ല, പല സ്ഥലങ്ങളായിട്ട് ഒരു 1.5 ഏക്കറോളം എന്തായാലും നാശമായിട്ടുണ്ട്. ഞങ്ങള് വൈകിട്ട് വന്നിട്ട് പടക്കം പൊട്ടിക്കും, അങ്ങനെ കുറെ നേരം വന്നിരിക്കും, കുറെ ടിന്നുമ്പോ പൊട്ടും. പക്ഷെ അതൊന്നും ഏൽക്കണില്ല. അതെ, കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു. എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോസ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി സയ്യിദ് ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ 168ാമത് ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് തുടക്കമായി. രാവിലെ കൊഴപ്പാട്ട് അയ്യപ്പുവിന്റെ വസതിയിൽ നിന്ന് ആദ്യ കാഴ്ച ആരംഭിച്ചു. 10 മണിയോടെ ജാറം അങ്കണത്തിലെത്തി. രാത്രി തിരുമുൽ കാഴ്ച, സർഗോ ഫെസ്റ്റ്, കോളനി ഗല്ലി ഫെസ്റ്റ്, ഖൽസർ ഫെസ്റ്റ്, അവതാർ ഫെസ്റ്റ്, വടക്കൻസ് തുടങ്ങി വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കാഴ്ചകൾ ജാറം അങ്കണത്തിലെത്തും. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കൊടികയറ്റ കാഴ്ചകൾ ജാറം അങ്കണത്തിലെത്തി കൊടിയുയർത്തും. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണം പരിസ്ഥിതി സൗഹാർദ്ദമാക്കുകയാണ് സംഘാടകർ. ചിത്രശില്പ അഭിനയത്രയങ്ങളുടെ സമന്വയമാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം. 5 ദിവസം ആയിരങ്ങൾ നെഞ്ചേറ്റുന്ന നാടകോത്സവ പ്രചരണങ്ങൾ പരമാവധി പരിസ്ഥിതി സൗഹാർദ്ദമാക്കുകയെന്നതാണ് സംഘാടകരുടെ ലക്ഷ്യം. അതിൽ പ്രധാനപ്പെട്ട ഒരിനമാണ് മരമെഴുത്ത്. വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗ്രാമവീഥികളിലെ മരങ്ങളിലാണ് ഗ്രാമകത്തിലെ കലാകാരന്മാർ നാടകോത്സവത്തിന്റെ വരവറിയിച്ചെഴുതുന്നത്. കേച്ചേരി വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഏകദേശം 14 കിലോമീറ്റർ ദൂരത്തിലും ഗ്രാമങ്ങളിലെ വിവിധ പാതകളിലും ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിലാണ് നാടകോത്സവത്തെ അടയാളപ്പെടുത്തുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ട് വേലൂരിൽ നടന്നു വരുന്ന ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണം പല രീതികളിൽ പല വർഷങ്ങളായിട്ട് ചെയ്തു വരാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് ഇതൊരു നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക്
ഒഴിവാക്കുന്നതിന് വേണ്ടി, ഫ്ലെക്സുകൾ മറ്റുള്ള സംവിധാനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാഗമായിട്ടാണ് മരങ്ങളിൽ ഈ കുമ്മായടിച്ച് കളറടിച്ച് ചെയ്യാമെന്നുള്ളൊരു സാധ്യത ആലോചിക്കുന്നതും അത് സമൂഹത്തിനും പ്രകൃതിക്കും ഗുണം ചെയ്യുന്നതാണെന്നും സാമ്പത്തികമായിട്ടും ലാഭം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള പ്രചരണമാണെന്നുള്ളത് എൻ്റെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. ആർട്ടിസ്റ്റ് കെ മോഹൻ, CF രാജു, കെ രാജൻ തുടങ്ങിയവരാണ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ചെലവ് കുറയ്ക്കുക, ഫ്ലക്സുകൾ പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യവും മരമെഴുത്തിന് പുറകിലുണ്ട്. പ്രകൃതി സൗഹാർദ്ദ നിറങ്ങളാണ് എഴുതുവാനും വരയ്ക്കുവാനും ഉപയോഗിക്കുന്നത്. 2026 ഏപ്രിൽ 8 മുതൽ 12 വരെ വേലൂർ RSRV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത്. കേരളത്തിലെ പ്രസിദ്ധ മേച്ചൂർ നാടക സംഘങ്ങൾ പങ്കെടുക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ, ഗായകൻ P ജയചന്ദ്രൻ എന്നിവരെ അനുസ്മരിച്ച് അനുസ്മരണ സെമിനാർ നടത്തി. ബ്ലോക്ക് ഭവനിൽ നടന്ന സെമിനാർ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രൊഫസർ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രഘുനാഥൻ മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ശ്രീധരക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് P ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങളുടെ അവതരണവുമുണ്ടായി. ശശിധരൻ, അന്നമ്മ, തമ്പി മാസ്റ്റർ, പങ്കജം ടീച്ചർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ശക്തിധരൻ മാസ്റ്റർ സ്വാഗതവും ചാൾസ് P വർഗീസ് നന്ദിയും പറഞ്ഞു. വെള്ളപ്പേപ്പറിൽ മണ്ടേല വരകളിലൂടെ വിസ്മയങ്ങൾ തീർത്ത് കാഞ്ഞിരക്കോട് സ്വദേശിനി ദിയ. മോഹൻലാൽ മുതൽ ചാർലി ചാപ്ലിൻ വരെയും തെയ്യവും വന്യമൃഗങ്ങളുമെല്ലാം ദിയയുടെ മണ്ടേല വരയിലൂടെ ആശ്ചര്യപ്പെടുത്തുകയാണ്. പഠനത്തിനോടൊപ്പം ഈ സവിശേഷ കലാരൂപത്തിൽ തന്റേതായ ഇടം കണ്ടെത്തുകയാണ് മൾട്ടിമീഡിയ വിദ്യാർത്ഥിനി. കാഞ്ഞിരക്കോട് പട്ടുകുളം വീട്ടിൽ സുമേഷ് ശ്രീജ ദമ്പതികളുടെ മകളായ ദിയയാണ് തന്റെ വ്യത്യസ്തമായ വരകളിലൂടെ ശ്രദ്ധേയമാകുന്നത്. തൃശൂരിൽ മൾട്ടിമീഡിയ 3ാം വർഷ വിദ്യാർത്ഥിനിയായ ദിയ വെള്ളപ്പേപ്പറിൽ മണ്ടേല ആർട്ടിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. സാധാരണയായി വൃത്തത്തിനുള്ളിൽ ഒതുങ്ങുന്ന മണ്ടേല രൂപങ്ങളെ മാറ്റി നിർത്തി പ്രിയതാരം മോഹൻലാൽ, ചാർലി ചാപ്ലിൻ, തെയ്യം, ആന, സിംഹം തുടങ്ങി വൈവിധ്യമാർന്ന ചിത്രങ്ങളാണ് ദിയ വരയ്ക്കുന്നത്. അപ്പൊ ഞാനിപ്പോ വരയ്ക്കണത് മണ്ടേല ആർട്ട് എന്നാണ് പറയാ. അപ്പൊ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കട ഉണ്ട്, അപ്പൊ സുമേഷ് ജ്യൂസ് എന്നാണ്. അപ്പൊ അവിടെ വെക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ട ആൾക്കാർ വാങ്ങും, പിന്നെ വർക്ക് തരാറുണ്ട്. അപ്പൊ വർക്ക് ചെയ്തു കൊടുക്കുന്നു. ഓരോ ചിത്രത്തിലും ആയിരക്കണക്കിന് സൂക്ഷ്മമായ വരകളും ഡിസൈനുകളുമാണ് ദിയ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാഞ്ഞിരക്കോട്ടുള്ള അച്ഛന്റെ കടയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ ചിത്രങ്ങൾ കണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ദിയയെ തേടിയെത്തുന്നത്. കലയോടുള്ള ദിയയുടെ അഭിനിവേശം തിരിച്ചറിഞ്ഞ പലരും ചിത്രങ്ങൾക്കായി പുതിയ ഓർഡറുകൾ നൽകുന്നുണ്ട്. മാതാപിതാക്കളും സഹോദരൻ പീയൂഷും ദിയയുടെ കലാസബരിക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകി ഒപ്പമുണ്ട്. ചാവക്കാട് നഗരസഭാ ചെയർമാനും നഗരസഭയിലെ മുഴുവൻ കൌൺസിലർമാർക്കും ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്ന പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CMA ജനറൽ സെക്രട്ടറിയുമായ ജോജി തോമസ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, പ്രതിപക്ഷ നേതാവ് CA ഗോപപ്രതാപൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. യോഗത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ചേർന്ന് മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് 23 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറി. സെക്രട്ടറിമാരായ PS അക്ബർ, AS രാജൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹീർ, യൂത്ത് വിംഗ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ജെഫിൻ ജോണി, വനിതാ വിംഗ് പ്രസിഡന്റ് ഫാദിയ ഷഹീർ, വനിതാ വിംഗ് ഗുരുവായൂർ മണ്ഡലം ചെയർപേഴ്സൺ KK രാജശ്രീ എന്നിവർ സംസാരിച്ചു. കരിക്കാട് കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷദീപ ദർശനത്തിന് തുടക്കമായി. എല്ലാ വർഷവും ക്ഷേത്രത്തിൽ നടക്കുന്ന ലക്ഷദീപം തെളിയിക്കൽ ധനുമാസം 24 മുതൽ 30 വരെയുള്ള 7 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. ഓരോ ദിവസവും ഭക്തർ വഴിപാടായാണ് മകരസംക്രമത്തിനോടനുബന്ധിച്ച് ലക്ഷദീപം തെളിയിക്കുന്നത്. വൈകിട്ട് ദീപാരാധന സമയത്ത് നടത്തുന്ന ദീപക്കാഴ്ചയ്ക്ക് ഭരണസമിതിയും മാതൃസമിതിയുമാണ് നേതൃത്വം നൽകുന്നത്. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഭാഗമായി മുതിർന്ന പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ TVM അലിയെ ആദരിച്ചു.
ക്യാപ്റ്റൻ ലക്ഷ്മി വേദിയിൽ നടന്ന ആദര സദസ്സിൽ ചേലക്കര MLA UR പ്രദീപ് പൊന്നാടയും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമിതി അംഗവും തൃത്താല മേഖല KMPU പ്രസിഡന്റും കുട്ടനാട് പ്രസ് ക്ലബ് അംഗവുമായ TVM അലി മേഖലയിലെ മുതിർന്ന പത്രപ്രവർത്തകരിൽ ഒരാളാണ്. എക്സ്പ്രസ് പത്രത്തിൽ ലേഖകനായാണ് മാധ്യമരംഗത്ത് തുടക്കം കുറിച്ചത്. പിന്നീട് മാധ്യമം പത്രത്തിന്റെ ലേഖകൻ, പട്ടാമ്പി കേബിൾ വിഷൻ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ സ്വലെ ഓൺലൈൻ മീഡിയയുടെ എഡിറ്ററായി പ്രവർത്തിക്കുകയാണ്. സാഹിത്യകാരൻ എന്ന നിലയിലും ശ്രദ്ധേയനായ TVM അലി നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 2022 MT വേണു സാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തനത്തിനും സാഹിത്യ സംഭാവനകൾക്കുമുള്ള അംഗീകാരമായാണ് ആദരം നൽകിയത്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.